ഹലോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് എ ഡേ 1, ദാറ്റ് ഈസ് ഡേ 1 ഓഫ് അവർ വീഡിയോ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീനെ പറ്റി പറയുന്നതിനൊക്കെ മുമ്പ് എന്താണ് ഈ പ്രോപ്പർട്ടി? വാരിയസ് കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് റിയൽ പ്രോപ്പർട്ടി, പേഴ്സണൽ പ്രോപ്പർട്ടി ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. എന്താണ് ഈ റിയൽ പ്രോപ്പർട്ടി? നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ എപ്പോഴും പറയും. അതായത് നമ്മൾ നോർമലി പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്ന മീനിങ് ഡയറക്ട്ലി ഈക്വൽ ടു ദ റിയൽ പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് എൻ്റെ കയ്യിൽ എന്താ പറയുക, ഒരു ഇത്ര സെന്റ് പറമ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് റിയൽ പ്രോപ്പർട്ടിയാണ്. ഇനിയിപ്പോൾ എന്താണ് ഈ പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ? ഓക്കെ, എൻ്റെ കയ്യിൽ ഈ വാച്ച് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്, ഇതൊക്കെ എന്താണ്? നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആണ്, അല്ലേ? ഇനിയിപ്പോൾ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി? ഈ രണ്ട് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിൽ? അല്ലല്ലോ. അതായത് ഒരു പേഴ്സൺ, ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ്, അതായത് ഇപ്പൊ നമ്മൾ പറയാണ് ഒരു കഥയുണ്ട്, ഒരു സിനിമയുണ്ട്, ഇതെല്ലാം നമുക്ക് ടാഞ്ചിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ പുറത്ത് നമുക്കൊരു റൈറ്റ് ഉണ്ട്. അതായത് മറ്റൊരാൾ നമ്മുടെ കൺസെന്റ് ഇല്ലാതെ എൻ്റെ ഒരു സംഭവം യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് നമ്മൾ പറയല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഈ പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ പുറത്ത് നമുക്ക് വരുന്ന റൈറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അത് മാത്രമല്ല, ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ യെസ്, കോപ്പിറൈറ്റ്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ട്രേഡ് സീക്രട്ട്, ഡിസൈൻസ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പ്ലാൻ വെറൈറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ്, ഇതെല്ലാം നമ്മുടെ എന്താണ്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആണ്. സോ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ച് ഈ സംഭവങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നും കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ ഒരു സാഷോ പാക്കറ്റ് ബൂസ്റ്റിന്റെ. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഈ ഒരു പാക്കറ്റിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ, ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ്, അതായത് ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? സോ പിന്നെ അടുത്ത് വരുന്നത് ഈ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, അതായത് ഈ ബൂസ്റ്റ് എന്നുള്ളതിന്റെ ഫോണ്ടും അത് എത്രമാത്രം ബോൾഡ് ആക്കി കൊടുത്തിട്ടുള്ള ഇതെല്ലാ കാര്യങ്ങളും എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ ഒരു ലോഗോന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഈ ഒരു ലോഗോയും ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആക്ച്വലി ദിസ് ഈസ് ഓൺ ബൈ HUL, അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. ഇനി എന്താണ് ഈ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്? സംഭവം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. ഈ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഏകദേശം സൂര്യരശ്മികൾ, ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഇത്തരത്തിലൊരു സൺബേസ്റ്റ് പോലെ നമുക്ക് തോന്നും. ഈ കിരണങ്ങളുടെ ഇടയിലാണ് ഈ ഒരു ചോക്ലേറ്റ് കളറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. പിന്നെയാണ് ഈ റൈറ്റിംഗ് വരുന്നത്. സോ ഇതാണ് ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രേഡ് ഡ്രസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അപ്പിയറൻസ് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പറയുന്ന പേര് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പേര് നമ്മൾ കുറെ കോമ്പറ്റീഷനുകളെല്ലാം, അതായത് ഈ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷനിലെല്ലാം പങ്കെടുത്തിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു പേര് ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതന്നെയാണ് സാധാരണക്കാർക്ക് ഈ പറയുന്ന ഒരു നോളേജ് കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരെന്താണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ ക്രിയേറ്റീവ് എലമെന്റ്സ് ആണ് ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നത്? നോക്കിയിട്ടുള്ള ഐഡിയ കിട്ടുന്നുണ്ടോ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടും, അതായത് ഈ ഒരു പ്രത്യേക സൺബേസ്റ്റ് രീതിയിലുള്ള റെഡ് ബാക്ക്ഗ്രൗണ്ടും, പിന്നെ ഈ ചോക്ലേറ്റിന്റെ ഭാഗത്ത്, അതായത് ഈ റൈറ്റിംഗിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ചോക്ലേറ്റിന്റെ ഏരിയയും, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പെർ പാക്ക് 10 ഗ്രാം, പിന്നെ അതുപോലെ തന്നെ ഈ 37ഉം 2% ഈ പറയുന്ന കേക്കാലും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ, ഇതെല്ലാം ഇതിന്റെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ക്രിയേറ്റീവ് എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നേ. എന്താണ് ഈ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്? ട്രേഡ് സീക്രട്ട് ഇതിനു മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും കുറച്ച് പേർക്കെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ളത് KFC റിലേറ്റ് ചെയ്തിട്ടാണ്. സോ അതുപോലെ തന്നെ ഈ ബൂസ്റ്റിനുണ്ടോ? അതായത് ഈ പറയുന്ന ബൂസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, അതായത് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്, എന്തൊക്കെ ചേരുവകളാണ് നമ്മൾ പറയല്ലോ, ഇതിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തൊക്കെ ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്, ഇതുമായിട്ട് എന്തൊക്കെ പോഷകഘടകങ്ങളാണുള്ളത്, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അവരെന്താക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും? എന്തായാലും ഒരു ട്രേഡ് സീക്രട്ട് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിലുള്ള ഈ ന്യൂട്രിയൻസിനെയും വൈറ്റമിൻസിനെയും എല്ലാം ഫോർട്ടിഫൈ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ മെത്തേഡ് അവർക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ പറയുന്ന സാഷു പാക്കറ്റിനെ അതായത് ഈ പറയുന്ന സംഭവം
നാശമാവാതെ അവർക്ക് സൂക്ഷിച്ചു വെക്കണം. അതായത് നമുക്കിത് ലോങ് ടേമിലോട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റ് തമ്മിൽ ഈ ഒരു ടൈം പീരീഡ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത്രയും നാള് ഈ പ്രൊഡക്റ്റ് കേടൊന്നും വരാതെ സൂക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുന്ന സംഭവം ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ അവർ പാറ്റന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഫൈനലി പറയാനുള്ളത്, അപ്പോൾ ഈ പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു പാക്കറ്റിനകത്തുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ട്, അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണ്. പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പറയുന്ന ഗ്രീൻ സ്ക്വയറിനകത്ത് വരുന്ന ഈ ഒരു ഡോട്ട്, ഗ്രീൻ ഡോട്ട്, ഇത് ഒരിക്കലും HULന്റെ മാത്രമായിട്ടുള്ള ഒരു ട്രേഡ് മാർക്കോ പാറ്റന്റോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇത് നമ്മുടെ ഇന്ത്യയിലെ വെജിറ്റേറിയൻ പ്രൊഡക്റ്റിന് എല്ലാം ഇൻവോൾവ് ആക്കേണ്ട ഒരു മാൻഡേറ്ററി സ്റ്റാറ്റ്യൂട്ടറി മാർക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഈ പ്രൊഡക്റ്റിന്റെ അണ്ടറിൽ വരില്ല. നിങ്ങൾ ഏത് വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് ഉണ്ടായിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ അനദർ വൺ, ഓക്കെ, ദിസ് ഈസ് ഹോർലിക്സിന്റെ ഈ പറയുന്ന സാഷെ പാക്കറ്റ് ആണ്. ഇതിനകത്തും ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ബൂസ്റ്റിനെ പറഞ്ഞ പോലെ തന്നെയുള്ള അതായത് സ്പെസിഫിക് എലമെന്റ്സ്, ഞാൻ ഇതിനകത്ത് കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞ പോലെ തന്നെ ഇതും കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റിംഗ് ഉണ്ട്, സൂപ്പർ ഫുഡ്സ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. സോ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, വെജിറ്റേറിയൻ പ്രൊഡക്റ്റിന്റെ ഈ സ്റ്റാറ്റ്യൂട്ടറി മാർക്ക് ഉണ്ട്. ഇത് എന്താണ്, മാൻഡേറ്ററി ആണ്. ഈ ഒരു കാര്യമാണ് നമുക്ക് രണ്ട് പാക്കറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോഴും എന്താ കോമൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് 2 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഫ്രം 2 ഡിഫറെൻറ്റ് കമ്പനീസ് ആണ്. അതായത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, രണ്ടും വേറെ വേറെ കമ്പനീസ് ആണ്. ഇനിയിപ്പോൾ സെയിം കമ്പനീൻ്റെ ഉണ്ട് 2 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലോ എന്തായിരിക്കും? ദാറ്റ് മീൻസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദിസ് മിൽക്കി മിസ്റ്റിന്റെ ഈ പറയുന്ന ബട്ടറും കേർഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇത് രണ്ടും സെയിം കമ്പനി തന്നെയാണ്. സോ എനിവേ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഖുൽ ഗുരു, ശുക്രിയ.